നമസ്കാരം. കുവൈറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റലായിട്ടുള്ള കുവൈറ്റ് സിറ്റിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അതിന് മുമ്പ് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാം. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ സൗദിയോടും ഇറാഖിനോടും ഇറാനോടും അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു രാജ്യം. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് കുവൈറ്റ് ദിനാറാണ്, എല്ലാവർക്കും അറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള കറൻസി. ഇവിടുത്തെ ഏറ്റവും വലിയ കറൻസി എന്ന് പറയുന്നത് 20 ദിനാർ നോട്ടാണ്. അതിനുശേഷം 10 ദിനാറ്, 5 ദിനാറ്, 1 ദിനാറ്. അതിനുശേഷം 500 ഫിൽസിൻ്റെ നോട്ട് വരുന്നുണ്ട്. 250 ഫിൽസിൻ്റെ ക്വാർട്ടർ ദിനാറ് വരുന്നുണ്ട്. പിന്നീട് 100 ഫിൽസ്, 50 ഫിൽസ്, 20 ഫിൽസ്, 10 ഫിൽസ്, അതുപോലെ തന്നെ 5 ഫിൽസ്. ഇത്രയുമാണ് ഇവിടുത്തെ കറൻസീസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകതയും കൂടെ ഇവിടുത്തെ കറൻസിക്കുണ്ട്. 100 പൈസയാണല്ലോ മിക്ക രാജ്യങ്ങളിലും ഒരു രൂപയായിട്ട് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ 1000 ഫിൽസാണ് ഒരു ദിനാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടുകൂടെ ആയിരിക്കണം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു നോട്ടിൻ്റെ മൂല്യം എത്രയും കൂടാൻ കാരണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഇവിടുത്തെ സിറ്റി ബസ് കമ്പനിയുടെ ഡബിൾ ഡെക്കർ ബസ് കേട്ടോ. ഇതിൽ നമുക്ക് കയറിയിട്ട് നേരെ കുവൈറ്റ് സിറ്റിയിലെ മാലിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മാലിയിലെത്തി കേട്ടോ. ഇത് ആ മുന്നിൽ കാണുന്ന ആ ബ്ലൂ കളർ ബിൽഡിങ്ങില്ലേ, അതാണ് ഇവിടുത്തെ ജൗറ ടവർ. അതിനകത്താണ് BLSൻ്റെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് പോയിട്ട് 1-2 ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് നമുക്ക് നേരെ താഴേക്ക് വരാം. കുവൈറ്റ് സിറ്റിയെ നമുക്ക് പ്രധാന 3 പാർട്ടാക്കി തിരിക്കുകയാണെങ്കിൽ അതിലൊന്ന് ഷർക്ക്, അതുപോലെ മിർഗാബ്, പിന്നീട് നമ്മൾ നിൽക്കുന്ന മാലിയ. അതിൽ ഈ മാലിയ ബീച്ച് സൈഡിൻ്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് കുവൈറ്റ് പാർലമെൻറ്റ് വരുന്നത്. അതുപോലെ മിർഗാബ് സൈഡിലായിട്ടാണ് ലിബറേഷൻ ടവർ വരുന്നത്. അതുപോലെ ഷർക്കിൻ്റെ മറ്റൊരു ഏരിയ ആയിട്ടുള്ള ദസ്മയിലാണ് കുവൈറ്റ് ടവർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫെബ്രുവരി 25 ആണ് ഇവിടുത്തെ നാഷണൽ ഡേ. തൊട്ടടുത്ത ദിവസമായിട്ടുള്ള 26 ലിബറേഷൻ ഡേ ആയിട്ടും ഇവർ ആഘോഷിക്കുന്നു. ഇതോടനുബന്ധിച്ച് ഒട്ടനവധി ആഘോഷ പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വിനോദ പരിപാടികൾ. ഈ ഒരു സമയത്ത് കുട്ടികളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം വണ്ടികളിലേക്കും റോഡുകളിലേക്കൊക്കെ ചീറ്റിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇത്. പിന്നെ ബലൂണിൽ വെള്ളം കെട്ടിയിട്ട് അവർ റോഡിലേക്കും വണ്ടികളിലേക്കൊക്കെ ഇങ്ങനെ എറിയും. അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 10 ദിവസത്തോളമൊക്കെ ഇങ്ങനെയുള്ളൊരു ആഘോഷങ്ങളൊക്കെ ഇവിടെ നീണ്ട് നിൽക്കാറുണ്ട്.
ഇനി നേരെ സാൽമിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞ സിറ്റി ബസ് കമ്പനിയുടെ മറ്റൊരു ബസ്സിൽ കയറി നേരെ മുകളിലേക്ക് എത്തി അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാൽമിയ എത്തുന്നവരെ അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യേണ്ടത്. മുർഗാവ് ടൗണും ലിബറേഷൻ ടവറും ഷെർക്കിൻ്റെ കുറച്ച് നല്ല നല്ല ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് സാൽമിയ വരെ പോവാം. സാൽമിയ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. കുവൈറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ സാൽമിയയിലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.